ഒഴിയാബാധയായി കല്ലുത്താൻ കടവിലെ ദുരിത ഫ്ളാറ്റ്. കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിന്റെ ശോചനീയാവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടും ദുരിതങ്ങൾ തീരുന്നില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിനകത്തെ സീലിംഗ് അടർന്നു വീണു. അപകടത്തിൽ നിന്ന് തലനാരിടയ്ക്കാണ് പെൺകുട്ടി രക്ഷപ്പെട്ടത്. പേടിയാവുക, രാത്രിയൊക്കെ കിടന്ന് സമാധാനമില്ല, കിടന്ന് ഉറങ്ങാൻ. എപ്പോഴും വീണെനിക്ക് അറിയില്ല, പേടിയാവുക. രാത്രിയെല്ലാം ഉറക്കം കിട്ടുന്നില്ല. ഒരു എന്താ ആവുമോ എന്താ പേടിച്ചിട്ടാണ് നമ്മൾ പണിയിരിക്കുന്നത്. കല്ലുത്താൻ കടവ് ഫ്ലാറ്റിലെ ഒരു മുറിയിലാണ് ഇത്തവണയും ഉള്ളത്. കഴിഞ്ഞ വർഷം കല്ലുത്താൻ കടവ് ഫ്ലാറ്റിൽ ഇതുപോലെ ഈ ഭിത്തികൾ അടർന്നു വീഴുന്ന ഒരു സാഹചര്യം, സീലിംഗ് അടർന്നു വീഴുന്ന സാഹചര്യമെല്ലാം തന്നെ ആദ്യം കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് റിപ്പോർട്ട് തേടുകയും ചെയ്തു. എന്നിട്ടും ഇവിടുത്തെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എന്നതിൻ്റെ തെളിവാണ് എൻ്റെ ഈ കയ്യിൽ കിടക്കുന്ന ഈ സീലിംഗ് അടർന്നു വീണതിൻ്റെ പാളികൾ എന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. കല്ലുത്താൻ കടവ് ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ 7ാം നിലയിലുള്ള 709 നമ്പർ ഫ്ളാറ്റിലാണ് ഇത്തവണ സീലിംഗ് അടർന്ന് താഴെ വീണത്. മിനിഞ്ഞാന്ന് രാവിലെയായിരുന്നു ആദ്യം മേൽക്കൂരയുടെ സീലിംഗ് അടർന്നു വീണത്. ഇന്നലെ രാത്രി ഫ്ളാറ്റ് ഉടമയായ ചിത്രയുടെ മകൾ അർച്ചന കിടന്നിരുന്ന ഭാഗത്തേക്ക് ചുമരിൽ നിന്നും സിമൻറ്റും അടർന്നു വീണു. ഫ്ളാറ്റിൽ ചിത്രയും കുടുംബവും ഇപ്പോൾ ആശങ്കയോടെയാണ് കഴിയുന്നത്. ഇടയ്ക്കിടെ സീലിംഗ് അടർന്നു വീഴുന്ന ഈ ഫ്ളാറ്റിൽ നിന്നും മോചനം വേണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ കിടന്ന് ഉറങ്ങാനും പറ്റുന്നില്ല, രാത്രിയില്ലേ. ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ട. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കിട്ടിയാൽ നമുക്ക് സമാധാനം കിടന്ന് ഉറങ്ങാം. ചെറിയ വീടായാലും മതി നമുക്ക്. വലിയ വീടൊന്നുമില്ല, നമുക്ക് കോളനിയിൽ അത്രയും വെള്ളത്തിൽ നമ്മൾ കിടന്ന് സമയമായിട്ട് ഉണ്ടായതാണ്. ഇത് വന്ന ശേഷം ഈ സംഭവമൊക്കെ നടക്കുന്നത്. ഇത് കള്ളപ്പണി എടുത്തിട്ട് ആൾക്കാരെ കൊല്ലാൻ നടക്കുന്നത്. ഇതൊക്കെ ഇപ്പോൾ പേടിച്ച് കിടന്ന് ഉറങ്ങാനല്ല ശരിയാണ് നടക്കുന്നത്. പേടിയാവുക, സത്യമായിട്ട് പറയാം, പേടിയാവുക. അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അർച്ചനയുടെ മനസ്സിൽ നിന്നും അപകടഭീതി ഇപ്പോഴും മാഞ്ഞിട്ടില്ല. അത് വീണപ്പോഴാണ് എൻ്റെ മേത്തേക്ക് കഷ്ണങ്ങൾ വീണപ്പോഴാണ് ഞാൻ എണീച്ചത്. അപ്പോൾ പിന്നെ രണ്ടാമത് ഇങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും വീണ്, പിന്നെ എണീച്ച് അത് മേത്ത് വീണപ്പോൾ എണീച്ച്, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും അത് വീണ്. പേടിച്ചിട്ട് തന്നെ കിടക്കുന്നത്, അവിടെ കിടക്കാനും പറ്റുന്നില്ല. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ മേയറും കൗൺസിലറും എവിടെയെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിൽ അധികാരികൾ താമസിച്ച് പകരം അവരുടെ വീടുകളിൽ ഇവിടെയുള്ളവരെ താമസിപ്പിക്കുമോ എന്ന ചോദ്യവും നാട്ടുകാർ ഉന്നയിക്കുന്നു. പണിയൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഭാഗത്ത് ചുരുണ്ടുകൂടാൻ വരെ ഒരു വീടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് മനസ്സമാധാനത്തോട് കിടക്കാനാണ് നമ്മളാകുക. അതിനുകൂടി ഇവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അതിൽ പറയേണ്ടത്? ഇവർ പറഞ്ഞത് ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലറും വന്നിട്ടില്ല, നഗരപിതാവും ഇവിടെ വന്നിട്ടില്ല. മേയർ എവിടെ, കൗൺസിലർ എവിടെയെന്ന് അവർ ചോദിക്കുന്നത്. ജയിച്ചു പോയിട്ട് പിന്നെ വരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരു കൗൺസിലറും മേയറും പിന്നെ എന്തിനാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മേയർ ഇവിടെ നിൽക്കട്ടെ, താമസിക്കട്ടെ. മേയർ ഈ ഫ്ലാറ്റിൽ താമസിക്കട്ടെ. മേയർ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ താമസിക്കുക. എന്നിട്ട് മേയറിൻ്റെ ഇതിൻ്റെ ബലക്ഷയം, ഇതിൻ്റെ ബുദ്ധിമുട്ട്, ഇതിൻ്റെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കട്ടെ. കല്ലുത്താൻ കടവ് വിഷയത്തിൽ പ്രക്ഷോഭത്തിനാണ് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ തീരുമാനം. സീലിംഗ് ആണ്, അത് വളരെ ചെറുതാണ് എന്നൊക്കെ എന്നുള്ള നിലക്ക് പോയി എങ്കിലും തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് കോർപ്പറേഷൻ ഇവിടുത്തെ ജീവിത നിലവാരവും മറ്റും ഒക്കെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് NITയിലെ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ സംഘം റിപ്പോർട്ട് നൽകിയോ, ആ റിപ്പോർട്ട് നൽകിയില്ലേ, അവരുടെ പരിശോധന എവിടെ എത്തി എന്നുള്ളത് പോലും അറിയാത്ത സാഹചര്യത്തിലാണ് ഇത്തവണ വീണ്ടും അതുപോലെ സീലിംഗ് അടർന്നു വീഴുകയും മുകളിൽ നിന്ന് വിള്ളലുണ്ടായിട്ട് അതിൽ നിന്ന് വെള്ളം വീണിട്ട് അവർക്ക് അപകടം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുകയാണ്. ഈ അന്വേഷണ കമ്മീഷൻ്റെ വിദഗ്ധ സംഘത്തിൻ്റെ പരിശോധനയുടെ ആവശ്യം എന്തായിരുന്നു എന്ന് പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇവരുടെ ദുരിതത്തിന് പരിഹാരം കാണുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നടപടികൾ അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വിഷയം ഞങ്ങൾ ഏറ്റെടുത്ത് ശക്തമായ പ്രക്ഷോഭം നടത്തും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ വർഷം തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനരികിലേക്ക് ഫ്ളാറ്റിന്റെ മേൽക്കൂരയുടെ സീലിംഗ് അടർന്നു വീണത് കേരള വിഷൻ ന്യൂസാണ് വാർത്തയിലൂടെ ആദ്യം പുറം ലോകത്തെ അറിയിച്ചത്. ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വർഷവും സമാനമായ അപകടം ആവർത്തിച്ചിരിക്കുന്നത്. കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ താമസിക്കുന്നവരുടെ ദുരിതത്തിന് എന്ന് അറുതി വരും എന്ന് ഉത്തരം പറയേണ്ട ബാധ്യത കോഴിക്കോട് കോർപ്പറേഷൻ അധികൃതർക്കുണ്ട്. അതല്ലാതെ ഇത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല വേണ്ടത്, പരിഹാരമാണ്. ഇനിയും ഇവിടെ പ്രശ്നമുണ്ടായാൽ കേരള വിഷൻ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. കല്ലുത്താൻ കടവ് ഫ്ളാറ്റിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.